എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ വേണു സാർ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് വർത്തമാനം പറഞ്ഞ ചാത്തന്നൂരിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ ജയലാൽ അവരുകൾ, വാർഡ് മെമ്പർ ശ്രീ ജയൻ, പ്രിയമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ, സാംസ്കാരിക പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം 10 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിന്റെ പേരിൽ, നെല്ലിപ്പറമ്പിന്റെ പേരിൽ ആരംഭിച്ച ഗ്രന്ഥശാലയ്ക്ക് ഒരു ആസ്ഥാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA നമ്മുടെ നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗ്രന്ഥശാലകളുടെ സുവർണകാലമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കാലം എന്നത്. അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ ഈ നാട്ടിലെ ഗ്രന്ഥശാലകളുടെ സുവർണകാലമാണ്. കാരണം അത്രമാത്രം ഗ്രന്ഥശാലയുടെ പ്രവർത്തനത്തെ ശ്രദ്ധിക്കുകയും അവയ്ക്ക് വേണ്ടുന്ന, ഗ്രന്ഥശാലയ്ക്ക് വേണ്ടുന്ന വലിയ സഹായങ്ങൾ മനസ്സ് തുറന്ന് ചെയ്യുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട MLA. ബഹുമാനപ്പെട്ട MLA ഏൽപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത വർഷം, അതായത് 2023-24 ഈ ഗ്രന്ഥശാലയ്ക്കായി അദ്ദേഹം 15 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും, ഇപ്പോഴത്തെ പോലെ പണമൊന്നുമില്ല. അപ്പൊ അവരിറങ്ങി പിടിയേരി ഒരു പിടി അരി തരുമോ, ഒരു സ്കൂളുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു തേങ്ങ തരുമോ, ഒരു മാങ്ങ തരുമോ, ഒരു ചക്ക തരുമോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പിരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ്, പിന്നെ അതിന് ഓരോ സൗകര്യങ്ങളുണ്ടാക്കി, ഓല ഷെഡുണ്ടാക്കി, അങ്ങനെയൊക്കെ ചെയ്ത കഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ നാട്ടിൻപുറ ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരം ഇടങ്ങൾ, പൊതു ഇടങ്ങൾ, നമുക്ക് ഒരുമിക്കാൻ, വർത്തമാനം പറയാനൊക്കെയുള്ള ആൽത്തറകള്, ചായക്കടകള്, ബാർബർ ഷാപ്പുകള്, ഇങ്ങനെയൊക്കെയുള്ള നമുക്കറിയാം. ആ പഴയ ചരിത്രം നമുക്കറിയാം. അപ്പൊ പൊതു ഇടങ്ങൾക്കുള്ള പ്രാധാന്യം ചെറുതല്ല. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ വിഷ്ണു, രീതിയിലുള്ള ശ്രീ വേണുഗോപാൽ, ശ്രീ ജയൻ, ചന്ദ്രമോഹൻ സാർ ഉൾപ്പെടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ഒരു പുതിയ വെളിച്ചം പകരുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിന് നമ്മളിന്ന് തറക്കല്ലിടുകയാണ്. അത് MLA ഫണ്ടിൽ നിന്നായത് വ്യക്തിപരമായി എനിക്കും വലിയ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ നെല്ലിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശവും ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധമൊക്കെ ഇപ്പോഴും മനസ്സ് സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ഈ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട ഇടമായി ഈ ഗ്രന്ഥശാല മാറണം എന്നുള്ളതാണ് ഈ നാടിന്റെ ആഗ്രഹം എന്നാണ് നമ്മുടെ ഈ സാന്നിധ്യം കൊണ്ട് വിളിച്ചറിയിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണ ചേട്ടന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ഗ്രന്ഥശാല ഇവിടെ രൂപീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം നമുക്ക് വിട്ടു നൽകിയത്. അത് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ആ കുടുംബം നിർവഹിച്ചത്. നെല്ലിപ്പറമ്പ് ഗ്രന്ഥശാലയ്ക്ക് കെട്ടിട നിർമ്മാണത്തിന് ഈ സ്ഥലം വിട്ടു നൽകിയ ആ കുടുംബത്തിന് ഈ നാടിന്റെ പേരിലുള്ള സ്നേഹവും ആദരവും സമർപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുന്നത്.